നമസ്കാരം. നാറ്റോയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം നൽകിയ രാജ്യങ്ങളും അതിന്റെ തലപ്പത്തിരുന്ന് അമേരിക്ക എന്ന ശക്തിയും ഉക്രൈനെ ചതിക്കുകയായിരുന്നു. നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ ചേരരുത് എന്ന ഒരു വാശി മാത്രമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നാറ്റോയിൽ ചേർന്ന് അടങ്ങൂ എന്ന് ഉക്രൈൻ തീരുമാനിച്ചപ്പോൾ മഹായുദ്ധത്തിന് കൊടിയേറി. 3 വർഷം പിന്നിട്ട ആ യുദ്ധനാളുകൾ ഇന്നും അവസാനിച്ചിട്ടില്ല. അമേരിക്കയും നാറ്റോയും ചേർന്ന് ചതിച്ച ഉക്രൈൻ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. 1000-ലധികം ദിവസങ്ങൾ പിന്നിട്ട റഷ്യ ഉക്രൈൻ സംഘർഷഭൂമിയിൽ ഒരു ഭാഗത്ത് റഷ്യയുടെ സൈനിക അധിനിവേശത്തെ ചെറുക്കാൻ പാശ്ചാത്യ പിന്തുണയോടെ ഉക്രൈൻ പൊരുതുമ്പോൾ മറുഭാഗത്ത് യൂറോപ്യൻ യൂണിയനിലും അതുപോലെ നാറ്റോയിലും അംഗത്വം ലഭിക്കുമെന്ന കൈയകലത്ത സ്വപ്നം ഒരു വിദൂര മിഥ്യയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഉക്രൈൻ EU സ്ഥാനാർത്ഥി പദവി നൽകാൻ യൂറോപ്യൻ കമ്മീഷൻ ശുപാർശ ചെയ്തതും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി അടിയന്തര അംഗത്വം ആവശ്യപ്പെട്ടതും ചരിത്രപരമായ ഒരു നീക്കം തന്നെയായിരുന്നു. എന്നാൽ EU വിപുലീകരണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള സെലൻസ്കിയുടെ ശ്രമങ്ങൾ അംഗരാജ്യങ്ങളുടെ കടുത്ത വിയോജിപ്പുകളിൽ തട്ടി നിൽക്കുകയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് ഹംഗറി പോലുള്ള രാജ്യങ്ങൾ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഉക്രൈന്റെ അംഗത്വ ശ്രമങ്ങളെ പരസ്യമായി എതിർക്കുന്നത് യൂറോപ്യൻ ഐക്യത്തെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിലൂടെ പാശ്ചാത്യ ലോകം റഷ്യക്കെതിരെ ഒരു പ്രോക്സി യുദ്ധം നടത്തുകയാണ് എന്ന വിമർശനം ശക്തമായി നിലനിൽക്കെ കനത്ത സൈനിക സാമ്പത്തിക സഹായം നൽകുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും ഉക്രൈന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തിയത്. EU കമ്മീഷന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ EU അംഗത്വത്തിന് നിർബന്ധിതമായ അഴിമതി നിയന്ത്രണം, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ശക്തിപ്പെടുത്തൽ, നീതിന്യായ വ്യവസ്ഥയുടെ പരിഷ്കരണം തുടങ്ങിയ പ്രധാന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഉക്രൈൻ ഇപ്പോഴും ഏറെ പിന്നിലാണെന്ന വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ട്. യുദ്ധം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഭരണനിർവഹണ സംവിധാനങ്ങളെയും താറുമാറാക്കി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും പാശ്ചാത്യ സഹായം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും അഴിമതിയുടെ കറുത്ത നിഴലുകളും യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ കടുത്ത ആശങ്കയായിട്ടുണ്ട്. യുദ്ധത്തിന്റെ മറവിൽ അഴിമതി തുടരുന്നുണ്ടെങ്കിൽ അത് ഉക്രൈന്റെ വിശ്വാസ്യതയെ തകർക്കുകയും EU പ്രവേശനത്തിനുള്ള വാതിൽ എന്നേക്കുമായി അടയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. നാറ്റോ അംഗത്വത്തിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അതായത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ നാറ്റോ അംഗത്വം തേടുന്നതിൽ നിന്ന് പിന്മാറാൻ ഉക്രൈൻ സന്നദ്ധത അറിയിച്ചുവെങ്കിലും റഷ്യയുടെ തുടർ ആക്രമണങ്ങൾ സുരക്ഷാ ഉറപ്പുകൾ എന്ന ആവശ്യത്തിലേക്ക് ഉക്രൈനെ വീണ്ടും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നാൽ നാറ്റോയിൽ ഉക്രൈന് അംഗത്വം നൽകുന്നത് റഷ്യയുടെ ചുവപ്പുരേഖ, അതായത് റെഡ് ലൈൻ ലംഘിക്കലാണെന്ന പുടിന്റെ നിലപാട് യൂറോപ്പിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് വഴി തുറക്കുമെന്ന ഭയം കാരണം പല നാറ്റോ അംഗരാജ്യങ്ങൾക്കും അംഗീകരിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ ഉക്രൈന് നാറ്റോ ഉറപ്പുകൾ, അതായത് സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പല യൂറോപ്യൻ നേതാക്കളുടെയും നീക്കം. ഉക്രൈനെ പൂർണ്ണമായും ചേർത്ത് നിർത്താൻ താല്പര്യമുള്ളവരും റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കരുതെന്ന് കരുതുന്നവരും തമ്മിലുള്ള തർക്കങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രീയ ധ്രുവീകരണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. പാശ്ചാത്യ സഖ്യത്തിന്റെ ഉപകരണമായി മാത്രം ഉക്രൈൻ ചുരുങ്ങുന്നു എന്ന തോന്നൽ സെലൻസ്കി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും അതുപോലെ രാജ്യത്തിനകത്തും പുറത്തും ഒറ്റപ്പെടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായ ഒരു അനിശ്ചിതാവസ്ഥയിൽ EU അംഗത്വം എന്ന വാഗ്ദാനം ഒരു രാഷ്ട്രീയ കൈക്കൂലി മാത്രമായി മാറുമോ എന്ന ചോദ്യമാണ് ഇന്ന് യൂറോപ്യൻ യൂണിയനിലും അതുപോലെ ഉക്രൈനും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രസക്തമായിട്ട് നിലനിൽക്കുന്നത്. ഉക്രൈന് ശക്തമായ പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതായത് എന്തൊക്കെയാണ് സംഭവം എന്ന്. ഈ രാജ്യങ്ങൾ ഉക്രൈന്റെ EU നാറ്റോ അംഗത്വ ശ്രമങ്ങളെ അടിയന്തരമായും ശക്തമായും പിന്തുണയ്ക്കുന്നുണ്ട്. റഷ്യൻ ഭീഷണിയെ നേരിടുന്നതിൽ ഉക്രൈന് പൂർണ്ണമായ സുരക്ഷാ ഉറപ്പുകൾ നൽകണമെന്നും ഈ രാജ്യങ്ങൾ വാദിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാവുന്നതാണ്. പോളിഷ് ബാൾട്ടിക് രാജ്യങ്ങൾ, അതായത് പോളിഷ്, ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ ഒക്കെയാണിത്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങളാണ് ഉക്രൈന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്ന രാജ്യങ്ങളിൽ കൂട്ടത്തിലുള്ളത്. ഉക്രൈനെ എത്രയും പെട്ടെന്ന് EU നാറ്റോ സഖ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവർ കരുതുന്നത്. യുദ്ധം ജയിക്കാൻ ആവശ്യമായിട്ടുള്ള സൈനിക സഹായം നൽകണമെന്നും ഉടനടി അംഗത്വ നടപടികൾ ആരംഭിക്കണമെന്നും ഇവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നോർഡിക് രാജ്യങ്ങൾ, അതായത് ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക് ഒക്കെ. ഇവർ ഉക്രൈന് സാമ്പത്തികവും സൈനികപരവുമായ സഹായം നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. EU പ്രവേശനത്തിന് അനുകൂലമാണെങ്കിലും EU മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ വേഗതയിൽ
ശ്രദ്ധ വേണം എന്ന നിലപാട് ഇവർക്കുണ്ട്. ഇനി ഉറപ്പിച്ച് നീങ്ങണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അതായത് ഈ രാജ്യങ്ങൾ ഉക്രൈന്റെ അംഗത്വത്തിന് സൈദ്ധാന്തികമായി എതിരല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അംഗത്വം നൽകുന്നതിൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇവർ ആശങ്കപ്പെടുന്നുണ്ട്. ജർമ്മനിയും ഫ്രാൻസുമാണ് അതിൽ പ്രമുഖർ. യുവിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായ ഈ രാജ്യങ്ങൾ ഉക്രൈന് സാമ്പത്തികവും സൈനികവുമായ വലിയ പിന്തുണ നൽകുന്നുണ്ട്. എങ്കിലും നാറ്റോ അംഗത്വം റഷ്യയെ നേരിട്ട് പ്രകോപിപ്പിക്കുമോ എന്ന ഭയം ഇരു രാജ്യങ്ങൾക്കും നിലവിലുണ്ട്. അംഗത്വത്തെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ അഴിമതി നിയന്ത്രണം, ഭരണപരിഷ്കാരങ്ങൾ എന്നിവയിൽ ഉക്രൈൻ വ്യക്തമായ പുരോഗതി കാണിക്കണമെന്ന് ഇവർ നിർബന്ധവും പിടിക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനോട് ഇവർക്ക് ഒട്ടും യോജിപ്പുമില്ല എന്നതാണ് സത്യം. ഇനി നമുക്ക് ഇറ്റലിയും സ്പെയിന്റെ നിലപാട് നോക്കാം. ഇവർ പൊതുവെ ഉക്രൈൻ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിലും യുദ്ധാനന്തര പുനർനിർമ്മാണത്തിന് വേണ്ടി വരുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ഇവർ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇനി അംഗത്വത്തെ എതിർക്കുന്നതോ സംശയം പ്രകടിപ്പിക്കുന്നതോ ആയ രാജ്യങ്ങളിലേക്ക് വരാം. അതായത് ഇവർ സംശയിക്കുന്നവരാണ്, അതായത് സ്കെപ്റ്റിക്കൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഈ വിഭാഗത്തിലെ രാജ്യങ്ങളാണ് ഉക്രൈന്റെ അംഗത്വ ശ്രമങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിൽ പ്രധാനി ഹംഗറിയാണ്. ഉക്രൈന്റെ അംഗത്വത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന രാജ്യം ഹംഗറി തന്നെയാണ്. ഉക്രൈൻ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ഹംഗേറിയൻ വംശജരുടെ ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ നിരന്തരം വീറ്റോ അധികാരം ഉപയോഗിക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഉക്രൈനിലുള്ള സഹായ പാക്കേജുകളെ തടസ്സപ്പെടുത്തുന്നതിലും ഹംഗറി പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അടുത്തത് സ്ലോവാക്യയാണ്. സമീപകാലത്ത് അധികാരത്തിൽ വന്ന റോബർട്ട് ഹിക്കോയുടെ സർക്കാർ ഉക്രൈനിലുള്ള സൈനിക സഹായം നിർത്തിവെച്ചിട്ടുണ്ട്. അംഗത്വം പോലെയുള്ള വലിയ നീക്കങ്ങളിൽ കരുതലോടെ തീരുമാനമെടുക്കണമെന്ന നിലപാട് തന്നെയാണ് ഇവർക്കുള്ളത്. ഇനിയുള്ളത് ഓസ്ട്രിയ, മാൾട്ട എന്നീ രാജ്യങ്ങളാണ്. ഇവർ നാറ്റോയിൽ അംഗരാജ്യങ്ങളല്ലാത്തതിനാൽ ഉക്രൈന്റെ നാറ്റോ അംഗത്വത്തിൽ പ്രത്യേക താല്പര്യം ഇവർ കാണിച്ചിട്ടില്ല. അംഗത്വത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വിപുലീകരണ നടപടികൾക്ക് മുൻപ് യുവിന്റെ സ്വന്തം പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഉക്രൈന്റെ അംഗത്വത്തെ സംബന്ധിച്ച് രാജ്യങ്ങൾക്കിടയിൽ ഏകകണ്ഠ്യവും ധ്രുവീകരണവും നിലനിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാറ്റോയിൽ പ്രധാന എതിർപ്പ് റഷ്യൻ പ്രകോപനം ഒഴിവാക്കാനുള്ള മുൻകരുതലിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വരുന്നത്. അതായത് ഇവർക്ക് റഷ്യയെ പേടിയാണ്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ലോകവേദിയിൽ അമേരിക്കയുടെ നിലപാട് ഇന്നും ഒരു ഇരട്ടത്താപ്പ് നയത്തിന്റെ സൂക്ഷ്മമായ സന്തുലനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളാണ്. അമേരിക്കയുടെ നിലപാട് നോക്കാം. ഒരു വശത്ത് റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ഉക്രൈൻ ആവശ്യമായ സൈനിക, സാമ്പത്തിക, നയതന്ത്ര സഹായങ്ങൾ നൽകുന്നതിൽ അമേരിക്ക മുൻപന്തിയിൽ തന്നെയാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മറുഭാഗത്ത് ഉക്രൈന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും വേണ്ടി മുൻപ് നൽകിയ സുപ്രധാനമായിട്ടുള്ള ബുഡാപെസ്റ്റ് മെമ്മറാണ്ടം, അതായത് 94 ഒപ്പ് ചെയ്ത ഇത്തരത്തിലുള്ള ഉറപ്പുകൾ പാലിക്കുന്നതിൽ അമേരിക്കൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന വിമർശനവും ശക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സഹായദാതാവ് യുദ്ധം ആരംഭിച്ചത് മുതൽ ഉക്രൈൻ ഏറ്റവും അധികം സഹായം നൽകിയ രാജ്യമാണ്, അതായത് അമേരിക്ക. പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ, അദ്ദേഹമായിരുന്നു അന്നത്തെ പ്രസിഡന്റ്, ഉക്രൈന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അത്യാധുനിക ആയുധങ്ങളായിട്ടുള്ള ഹിമാർസ്, പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം, F-60 പോർ വിമാനങ്ങൾ എന്നിവയുടെ വലിയ രീതിയിലുള്ള വിതരണം അമേരിക്ക ഉക്രൈന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉക്രൈൻ സൈന്യം പിടിച്ചു നിൽക്കുന്നതിൽ ഈ സഹായം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. റഷ്യയെ ലോകവേദിയിൽ ഒറ്റപ്പെടുത്തുന്നതിലും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കുന്നതിലും അമേരിക്കൻ നയതന്ത്രജ്ഞരാണ് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന ആഗോള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റഷ്യ അവസാനത്തെ യൂറോപ്പിന്റെ അതിർത്തിയിൽ തടഞ്ഞു നിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് നാറ്റോ അംഗത്വത്തിലെ ചുവപ്പ് രേഖയെ കുറിച്ചാണ്. അമേരിക്കയുടെ പിന്തുണയ്ക്ക് ഒരു വ്യക്തമായിട്ടുള്ള പരിധിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഉക്രൈന് നാറ്റോയിൽ പൂർണ്ണമായി അംഗമാകുന്നതിനോ ആർട്ടിക്കിൾ 5 പ്രകാരം റഷ്യയുമായി നേരിട്ടുള്ള സൈനിക ഇടപെടൽ നടത്തുന്നതിനോ അമേരിക്ക തയ്യാറല്ല എന്നതാണ് സത്യം. നാറ്റോയിൽ ഉക്രൈൻ അംഗത്വം നൽകുന്നത് റഷ്യയുടെ റെഡ് ലൈൻ, അതായത് ചുവപ്പ് രേഖ ലംഘിക്കുകയാണെന്നും അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാം എന്നുമുള്ള ഭയം അമേരിക്കൻ നേതൃത്വത്തിനുണ്ട്. അതായത് അമേരിക്ക അടക്കം റഷ്യയെ പേടിക്കുന്നുണ്ട്. അതിനാൽ ഉക്രൈൻ ആയുധങ്ങൾ നൽകി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഉക്രൈൻ നാറ്റോ പ്ലസ് എന്ന നിലയിൽ മറ്റ് സുരക്ഷാ ഉറപ്പുകൾ നൽകി അംഗത്വം എന്ന ആവശ്യം തൽക്കാലത്തേക്ക് നീട്ടിവെപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാട് എന്ന് പറയുന്നത് ഉക്രൈനെ റഷ്യക്കെതിരായ ഒരു പ്രോക്സി യുദ്ധത്തിനുള്ള ഉപകരണമായി മാത്രം ഉപയോഗിക്കുന്നു എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നുണ്ട് എന്നതാണ് സത്യവും അല്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഉക്രൈനുള്ള സഹായം തുടരുന്നതിനെ ചൊല്ലി അമേരിക്കൻ കോൺഗ്രസിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം ഉക്രൈൻ നൽകുന്ന ദശലക്ഷക്കണക്കിന് ഡോളർ സഹായം രാജ്യത്തിന്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ചെലവഴിക്കണമെന്ന് വാദിക്കുന്നവരാണ്.
അതേസമയത്ത് ഉക്രൈന്റെ അഴിമതിയുടെ ചരിത്രവും സൈനിക സഹായ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഇവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതായത് എന്തിനാണ് അമേരിക്കയുടെ പണം ചെലവാക്കുന്നത് എന്നുള്ള രീതിയിൽ. ഈ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഉക്രൈനുള്ള ഭാവി സഹായ പാക്കേജുകൾക്ക് അനുമതി ലഭിക്കുന്നത് കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഈ യുദ്ധത്തെ എങ്ങനെ കാണുന്നു എന്നത് വലിയ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഇവിടെ ട്രംപ് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഉക്രൈനെ പരമാവധി മാറ്റി നിർത്തുകയാണ്. ഉക്രൈൻ ജനതയിലും ലോകരാജ്യങ്ങൾക്കിടയിലും അമേരിക്കയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. ഉക്രൈൻ ഒറ്റപ്പെടുകയാണോ അതോ അമേരിക്കയുടെ താൽക്കാലിക താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുകയാണോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തവുമാണ്. ഉക്രൈൻ വിഷയം അമേരിക്കയെ സംബന്ധിച്ച് റഷ്യയെ ദുർബലപ്പെടുത്താനുള്ള ഒരു ഭൗമരാഷ്ട്രീയമായിട്ടുള്ള അവസരം തന്നെയാണ്. എന്നാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളമോ ഇത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെടുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അമേരിക്കയുടെ നിലപാടിനെ സങ്കീർണമാക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഉക്രൈന് സൈനിക സഹായം നൽകി റഷ്യയെ ചെറുക്കാൻ സഹായിക്കുമ്പോൾ തന്നെ നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാനും നാറ്റോ അംഗത്വം പോലുള്ള വലിയ ഉറപ്പുകൾ നൽകാതിരിക്കാനും അമേരിക്ക കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ സഖ്യത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും ദീർഘകാല സുരക്ഷാ ഉറപ്പുകളിലെ വിള്ളലിനെയും തുറന്നു കാട്ടുന്നത് തന്നെയാണ് അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ്. ഈ അമേരിക്ക കാരണം, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് കാരണം ഉക്രൈൻ എന്ന രാജ്യം പരമാവധി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ.